ഗൈസ്, അപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര മരപ്പാലം ഗൈസ് അവതരിപ്പിക്കുന്ന മരപ്പാലം പ്രീമിയർ ലീഗാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ശുഭൻ എന്താണ് പറയാനുള്ളത് ഈ പ്രീമിയർ ലീഗിനെ പറ്റി? ഒന്നും പറയില്ല, കാരണം ഇവന് ബോളിംഗും ബാറ്റിംഗ് കിട്ടൂല. മാച്ച് തുടങ്ങിയാണ്. ആദ്യം ഓപ്പണിങ് മനു ആൻഡ് മുനിയെ. ബാറ്റ്സ്മാനായ വിനേഷ് ഇട്ടൻ ഈ ഒരു പൂരപ്പറമ്പായിരിക്കുമെന്നാണ് അവർ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഹിറ്റേഴ്സിന്റെ ബാറ്റ്സ്മാൻ വിനേഷ് ഇട്ടൻ പ്രധാന താരം ഇനി മാണിക്കത്തിന്റെ ഫസ്റ്റ് ബോൾ കിട്ടിയിരിക്കുന്നു. ഗൈസ്, ക്രിക്കറ്റിനെ അതിമനോഹരമാക്കുന്ന ഇങ്ങനെയുള്ളൊരു കാഴ്ചകളാണ് കാണിച്ചു തരാം. എന്താ കണ്ട, ഈ കൈയും വെച്ചുകൊണ്ട് പാവം കളിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഒറ്റക്കൈ നടക്കുമോ? നടന്നോ? ഒരു കൈ പോതുമേ, കട്ടപ്പ നസിക്കുവിട്. ബോളിംഗ് കൊണ്ട് മികവ് കാട്ടിയ റിസ്കൻ. ഇതാ അടുത്ത മാൻ ഓഫ് ദ മാച്ച് റിസ്കൻ. രഞ്ജുവിന്റെ പൊട്ടിന്റെ ബാക്കിയാണ് കരുവിന്റെ മുഖത്തിരിക്കണം. കാണിച്ചു തരാം. കരുവിന്റെ മുഖത്ത് കാണി. നമ്മളെ ബാറ്റിംഗ് ആണ് അടുത്ത്. കമന്ററി ബോക്സിൽ റിസ്കൻ. മുനിയൻ ട്രോഫി കൊടുക്കുന്നതിനായ മരപ്പാലം ഒരു ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രൻ. പാലം പ്രീമിയർ ലീഗ് നടത്തുവാൻ സഹായിച്ച എല്ലാ സ്പോൺസേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വളരെ വളരെ മനോഹരമായി കാണിച്ച ഒരു ഏറ്റവും വലിയ കപ്പ് ഒരാൾക്ക് മാത്രമല്ല, അത് ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നും. അതിഭയങ്കരമായി എല്ലാവരും കൂട്ടായ്മ, ഇതിൽ എല്ലാവരും ജയിച്ചു. കളിച്ച എല്ലാം പങ്കെടുക്കുന്നതാണ് ഏറ്റവും വലുത്. വളരെ സന്തോഷം. ഇതുപോലെ ലീഗ് ഇനിയും വേണമെന്ന് ഞാൻ ദാസിനോട് പറയുന്നു. ഇനി ഇതുപോലത്തെ ടൂർണമെന്റ് സംഘടിപ്പിക്കണമെന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി. രണ്ടാം സമ്മാനം ട്രോഫി സ്പോൺസർ ചെയ്തത് നമ്മുടെ ജസ്റ്റിൻ രാജ് മെമ്മോറിയൽ. പിന്നെ ഒന്നാം സമ്മാനമായ ട്രോഫി സ്പോൺസർ ചെയ്തത് വിക്ടറി സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ വലത്താമി. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വളരെയധികം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിൽ വിജയിച്ചവർക്കും അതുപോലെ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തു, അതാണ് ഇതില് വളരെയധികം നന്ദി അർഹിക്കുന്നു. കാര്യമുണ്ട്. ഇപ്പം ഒന്നാം സമ്മാനം എടുത്ത് രണ്ടാമത്തെ ഫസ്റ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ബാക്കി ബൈജുണ്ട് പിന്നിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാസങ്ങളിലെങ്കിലും ഒരു ടൂർണമെന്റ് വെച്ചു പോകാൻ കഴിഞ്ഞാൽ ഇതിനപ്പുറം ടീമും കൂട്ടായ്മയും ഉണ്ടാവും. അതിൽ കൂടെ ആദ്യ സേവനങ്ങളോ പ്രവർത്തനങ്ങളോ